ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഡിസേർട്ട് റെസിപ്പിയാണ്. ഞാൻ വളരെ കമ്മിയാണ് ഡിസേർട്ടൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ എക്സ്പേർട്ട് ഒന്നും അല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസേർട്ടിന്റെ മേഖലയിലൊന്നും വരാതിരിക്കുന്നത്. പായസമൊക്കെ ആണെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. പക്ഷെ എനിക്ക് എന്താ പറയുക, ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ട് അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പൊ ഉണ്ടാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഇത് എനിക്ക് നല്ലപോലെ അറിയാം ഉണ്ടാക്കാൻ. അത് മാത്രമല്ല വളരെ എളുപ്പമാണ്. അതാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് കസ്റ്റേർഡ് ആൻഡ് കേക്ക് എന്നുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇതില് പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് പേരുടെ പരാതിയാണ് കറക്റ്റായിട്ട് ജെല്ലി ഉണ്ടാക്കാൻ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ കറക്റ്റായിട്ട് ജെല്ലി ഉണ്ടാക്കാനും പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വരൂ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കസ്റ്റേർഡ് ആൻഡ് കേക്ക് ആയിട്ടുള്ള റെസിപ്പി കാണാം. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജെല്ലി സെറ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ സ്ട്രോബെറി ജെല്ലിയുടെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. കണക്ക് കറക്റ്റായിട്ട് നോക്കിക്കോളൂ. 2 പാക്കറ്റ് ജെല്ലി പൊടിക്ക് 2 കപ്പ് തിളച്ച വെള്ളം, 1 കപ്പ് തണുത്ത വെള്ളം. ഓക്കെ, വിഡ്ഢിത്തരായിട്ട് ക്യാമറ ഓൺ ചെയ്യാണ്ട് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ കെറ്റിൽ നിന്നാണ് തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചത് കേട്ടുള്ളൂ. അപ്പോൾ 2 കപ്പ് തിളച്ച വെള്ളം ഈ 2 പാക്കറ്റ് ജെല്ലിയുടെ പൊടിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് അത് കംപ്ലീറ്റ് അലിയട്ടെ. നല്ലപോലെ അലിയിച്ചെടുക്കുക. അലിയിച്ചെടുത്തതിന് ശേഷം 1 കപ്പ് തണുത്ത വെള്ളം ഒഴിക്കുക. അപ്പോൾ നല്ല ഫേം ആയിട്ടുള്ള ജെല്ലി കിട്ടും. നേരെ മറിച്ച് അവർ പാക്കറ്റിൽ പറയണ പോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തൊടുമ്പഴിക്കും ഇങ്ങനെ അലിഞ്ഞു പോണ മാതിരിയുള്ള ജെല്ലിയാണ് കിട്ടുക. അപ്പോൾ ഇതിന് പകരം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. 2 പാക്കറ്റ് ജെല്ലിപ്പൊടിക്ക് 2 കപ്പ് തിളച്ച വെള്ളം, 1 കപ്പ് തണുത്ത വെള്ളം. ഇനി ഇതിനെ നമുക്ക് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു 6 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. ഫ്രീസറിലല്ല, സാധാരണ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതിയിട്ടുള്ളൂ. 6 മണിക്കൂർ കഴിയുന്ന സമയത്ത് സൂപ്പറായിട്ട് സെറ്റായിട്ട് ക്ലീനായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇതിനെ ഫ്രിഡ്ജിൽ ഞാൻ വെച്ചു. ഇനി അടുത്ത പ്രോസസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റേർഡ് ഉണ്ടാക്കണം. കസ്റ്റേർഡ് ആൻഡ് കേക്കാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 ലിറ്റർ പാലിനാണ് കസ്റ്റേർഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1.5, അതായത് ഞാൻ 1.5 ലിറ്റർ പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വന്നിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്താ പറയുക, കസ്റ്റേർഡ് കലക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് പഞ്ചസാര, അതായത് ഏകദേശം 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മതി. എന്താ കാരണം എന്ന് വെച്ചാൽ കേക്കിൽ ഓൾറെഡി മധുരം ഉണ്ടാവും. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വിസ്ക് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ വാനില കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. വലിയ സ്പൂണിന് നമുക്ക്, അതായത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ കസ്റ്റേർഡ് തിക്കായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. കസ്റ്റേർഡ് ആൻഡ് കേക്ക് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ തിക്കായിട്ടുള്ള രീതിയിലും ഉണ്ടാക്കാം, തിന്നായിട്ടുള്ള രീതിയിലും ഉണ്ടാക്കാം. ഞാൻ വലിയ സ്പൂണിന് 3 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതും നല്ലോണം കുനിഞ്ഞെടുത്ത്, അതായത് നന്നായിട്ട് ഹീപ്പ് സ്പൂൺ എന്ന് പറയില്ലേ, അതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള 1/2 ലിറ്റർ പാലും കൂടി ചേർത്തിട്ട് അതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് മറ്റേ കട്ടിയൊന്നും ഇല്ലാതെ കലക്കിയിട്ടുള്ളതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ ഇതിനെ ഒഴിച്ചു കൊടുക്കണം. തിളച്ച് വന്നിട്ടുണ്ട് പാല്, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കണം. ആ വിസ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ വരില്ല. ജസ്റ്റ് ഈ ഒരു പ്രോസസ്സിൽ മാത്രം ഒന്ന് വിസ്ക് യൂസ് ചെയ്യുക. ബാക്കിയുള്ളതിന് വന്നിട്ട് നമ്മൾ നോർമൽ ഒരു മരത്തിൻ്റെ തവിയോ അല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലോ എടുത്തിട്ട് നമുക്ക് ഇത് ചെയ്യാം. ലേശം വാനില എസൻസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പതുക്കെ സ്ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇത് കസ്റ്റേർഡ് എടുക്കാം. ഞാനിവിടെ ഒരു സെമി കൺസിസ്റ്റൻസിയിലാണ് ഞാൻ കസ്റ്റേർഡ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആറിക്കഴിഞ്ഞാൽ അത് കട്ടിയാവും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കസ്റ്റേർഡ് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അത് കട്ട പിടിക്കാതെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ആറാൻ ഞാൻ വെച്ചിരിക്കുകയാണ് കേട്ടുള്ളൂ. ഇനി നമ്മൾക്ക് ലെയർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാർബിൾ കേക്കാണ്, സ്റ്റോർ ബോട്ട് മാർബിൾ കേക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏത് കേക്ക് വേണമെങ്കിലും എടുക്കാം. ഇനി പലതരം കേക്ക് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ കസ്റ്റേർഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ടൂട്ടി ഫ്രൂട്ടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എല്ലാം നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ കീപ്പിംഗ് ഇറ്റ്
വെരി സിമ്പിൾ. എപ്പോഴും ഞാൻ ഈ ഡിസേർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു സിംപ്ലിസിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റ് ആക്കാറില്ല. ഇനി അതിൻ്റെ ലെയർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത ലെയർ ഓഫ് കേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും കസ്റ്റേർഡ് നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് കാരമലൈസ് ചെയ്തിട്ടുള്ള നട്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനെ അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോ അഹെഡ് മക്കളെ. ബിക്കോസ് ഞാൻ അത്രയ്ക്ക് കലാബോധമായിട്ടുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഡിസേർട്ടിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇത് 6 മണിക്കൂർ വീണ്ടും ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് രണ്ടും കൂടി എടുക്കാം. നമ്മുടെ ജെല്ലി ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതാ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് കട്ട് ചെയ്യണ സമയത്ത് തന്നെ നമുക്ക് പെർഫെക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. അതായത് എവിടെയെങ്കിലും ഒലിക്കുകയോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും സെറ്റാവാതിരിക്കുകയോ ഇല്ലെങ്കിൽ ആ പീസ് കറക്റ്റ് കിട്ടാതിരിക്കുകയോ ഒന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് സൂപ്പർബായിട്ടുള്ള വെൽ ഡിഫൈൻ ആയിട്ടുള്ള രീതിയിലുള്ള ജെല്ലിയാണ് ഈ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ ഈ ജെല്ലിനെ മുകളിൽ ഒന്ന് ആക്കി കൊടുക്കുക. ഓക്കെ, ഡെക്കറേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഞാൻ ജസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ ലെയർ ചെയ്ത് വെക്കണേ ഉള്ളൂ. എന്നിട്ട് ആ ജെല്ലിയോട് കൂടിയിട്ട് ഒന്ന് താഴെ വരയ്ക്ക് ഒന്ന് പോയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിച്ച് നോക്കൂ. യു വിൽ ലവ് ഇറ്റ്. എൻ്റെ മകന് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ചിട്ട് മനുവിന്. അവനിത് എന്താ പറയുക, ഏത് സമയത്ത് കൊടുത്താലും എൻ്റെ മകൻ കഴിക്കും. സോ അവൻ വീട്ടിലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അവന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാ അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി യൂസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ടിട്ട് ഞാൻ അവന് സെർവ് ചെയ്യുകയാണ്. ദ ഫസ്റ്റ് ബൈറ്റ് അവൻ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ബിക്കോസ് അവന് മനസ്സിലായി ഞാൻ രാവിലെ മുതൽ ഇത് ചെയ്യേണ്ടതെന്ന് കണ്ടപ്പോൾ തന്നെ അവൻ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. സോ ദ ഫസ്റ്റ് ബൈറ്റ് അവന് തന്നെ. പ്ലീസ് do the honors and finish. Lunch വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇത് കഴിച്ചോളൂ. Mama, look at the dessert. Just taste and see, because you were witnessing it from morning. Mix. This is so sweet. Makes me speak my language. Makes you speak your language. Yeah. Very nice. Enjoy, Mama. Thank you so much. Winnie's Kitchen.